കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നാലെ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും UDF ഭരണത്തിൽ വരികയും LDFന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയും BJP കേരളത്തിൽ നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതിൽ തന്നെ പല രീതിയിലുമുള്ള അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ പല പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് വനിതാ നേതാക്കന്മാർ വനിതാ സ്ഥാനാർത്ഥികളുടെ വിജയവും പരാജയവും ഒക്കെ തന്നെയും കേരളത്തിലുടനീളമുള്ള പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ BJP പ്രതീക്ഷിച്ച സീറ്റുകൾ, അതായത് BJP ശോഭാ സുരേന്ദ്രനിലൂടെ പ്രതീക്ഷിച്ച സീറ്റായിരുന്നു പാലക്കാട്. പക്ഷേ ആ പാലക്കാട് സീറ്റ് BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ശോഭയ്ക്ക് അവിടെ തോൽവി വഴങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പക്ഷേ മറ്റൊരിടത്ത് തോൽവി BJPക്ക് ഉണ്ടായി എങ്കിലും BJP നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ BJPയുടെ ഒരു വനിതാ സ്ഥാനാർത്ഥി വളരെ വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്തുകയും BJPക്ക് ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവായി ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്ത വ്യക്തിയാണ് നവ്യ ഹരിദാസ് എന്ന് പറയുന്നത്. അതായത് നവ്യ ഹരിദാസിനെ പോലൊരു വ്യക്തി തീർച്ചയായിട്ടും BJPയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് നോർത്തിൽ കണ്ട ആ ഒരു പോരാട്ടം അത് തീർച്ചയായിട്ടും BJPയെ മാത്രമല്ല ഞെട്ടിച്ചതെന്ന് പറയുന്നത് LDFനെയും UDFനെയും പോലും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന LDF പോലും BJPക്ക് അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഇനി വരുന്ന നാളിൽ BJPക്ക് അവിടെ വിജയിച്ച് കയറാൻ പോലും സാധിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്ന തരത്തിലോട്ട് ഇടത് നേതാക്കൾ വരെ എത്തി എന്നുള്ളതാണ് അവിടുത്തെ ഒരു വാസ്തവപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഒരു നേട്ടം മാത്രമല്ല, നവ്യ ഹരിദാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു വിജയം കൂടിയാണ് കോഴിക്കോട് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും കോഴിക്കോട് മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന നവ്യ ഹരിദാസിനെ പോലുള്ള യുവ വനിതാ നേതാക്കന്മാർ തീർച്ചയായിട്ടും BJPയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ഈ പറയുന്ന തോതിൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണമെന്ന് പറയുന്നത് ഇത്രയധികം വോട്ടുകൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. 40,000 അടുപ്പിച്ച് വോട്ടുകൾ ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ വന്ന് നിന്നുകൊണ്ട് നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. തീർച്ചയായിട്ടും അത് വലിയൊരു നേട്ടം തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത നേടിയെടുക്കുന്ന തരത്തിലോട്ട് നവ്യ ഹരിദാസ് മാറിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് കോഴിക്കോട് നിന്നുകൊണ്ട് ഇത്രയധികം വോട്ടുകൾ പിടിക്കാനായിട്ട് നവ്യ ഹരിദാസിനെ പോലൊരു സ്ഥാനാർത്ഥിക്ക് സാധിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ പറയുന്ന നവ്യ ഹരിദാസ് BJPക്കുള്ളിൽ തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മാത്രമല്ല, നാളൊരു സമയം അവർക്ക് MLA പദവി വരെ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുവരെയും BJPയുടെ തീപ്പൊരി നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ ശോഭാ സുരേന്ദ്രനെ മാത്രമാണ് കണ്ടതെങ്കിൽ ശോഭയെ പോലും വെല്ലുന്ന തരത്തിലോട്ട് നവ്യ ഹരിദാസ് ഭാവിയിൽ എത്തിപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം അതുപോലുള്ള ഒരു മാറ്റം തന്നെയാണ് നവ്യയിലൂടെ BJP കോഴിക്കോട് പോലുള്ളൊരു സ്ഥലത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഒറ്റയടിക്ക് 10,000-ഓളം വോട്ടുകൾ കൂട്ടുക എന്ന് പറയുന്നത്, അതും നവ്യയെ പോലെ ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ വന്ന് നിന്നുകൊണ്ട് മത്സരിച്ച് ഇത്രയധികം വോട്ടുകൾ കൂട്ടുക, അതോടൊപ്പം തന്നെ വെറും 10,000 വോട്ടിന് മാത്രം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ആ ഒരു വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമുള്ള മൂന്നാം സ്ഥാനത്തെത്തിയ നവ്യ ഹരിദാസ് തീർച്ചയായിട്ടും അത് മൂന്നാം സ്ഥാനമാണെങ്കിലും വലിയ തോതിലുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് കോഴിക്കോട് നിന്ന് നേടിയെടുത്തത് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും നവ്യ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ കോഴിക്കോട് നിന്ന് തന്നെയുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളും ഒക്കെ തന്നെയും അവരെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ BJPയുടെ
കേരളത്തിലെ ഒരു നില വെച്ച് നോക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിലും BJPക്ക് വരും തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് ഒരു പാലം നിലവിൽ ഉണ്ടാക്കിയിടാനായിട്ട് നിലവിൽ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നവ്യയിലൂടെയും കോഴിക്കോട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും നവ്യയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥികൾ, അതും വനിതാ സ്ഥാനാർത്ഥികൾ BJPക്കുള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തോതിൽ LDFിലും അതോടൊപ്പം തന്നെ UDFിലും ഒക്കെ തന്നെ നിലനിൽക്കുന്ന വനിതാ സ്ഥാനാർത്ഥികളെക്കാട്ടിലും കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്താനും അതോടൊപ്പം തന്നെ ഒരു ട്രെൻഡിങ് ലെവലിൽ എത്താനും സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു വനിതാ നേതാവായിട്ട്, അല്ലെങ്കിൽ ഒരു യുവ വനിതാ നേതാവായിട്ട് BJPയിലെ നവ്യ ഹരിദാസിന് വരുന്ന നാളിൽ സാധിക്കുമെന്ന കാര്യം 100% ഉറപ്പാണ്.